ഫ്രണ്ട്സ്, ഡേ ഡ്രീമറിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ജാനും ഡയറിനും മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടാകും. ജാൻ പറയും, എനിക്ക് ഒട്ടുമിക്ക പേരും അറിയാം, പക്ഷേ അറിയാത്ത ചിലരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് സനത്തെ നോക്കുന്നു. അങ്ങനെ ജാൻ പറയും, ഈ നമ്മുടെ ഓഫീസിൽ ഏതോ ഒരു സ്പൈ ഉണ്ട്. അയറിൻ്റെ കമ്പനിയിലേക്ക് നമ്മുടെ സ്റ്റാഫുകളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഏതോ ഒരു സ്പൈ. അവരെ എന്തായാലും കണ്ടെത്തണം. നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ ഇവിടെ തന്നെ പേഴ്സണലായി സംസാരിക്കുക. പുറത്ത് പോയിട്ട് ഒരാളോടും ഒന്നിനെക്കുറിച്ചും പറയരുത്. ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് പറയുന്നു. അതാരാണെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കും. ഞാൻ കണ്ടെത്തിയാൽ പിന്നെ അതായിരിക്കും അവൻ്റെ അവസാനത്തെ ദിവസം. അങ്ങനെ പറഞ്ഞ് ജാനിടക്ക് സനത്തെ നോക്കും. ആദ്യം എനിക്കൊരു ഗ്ലാസ് ചായ വേണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കും, കാരണം അവിടെ ആരും ചായ കുടിക്കാറില്ല. അപ്പോൾ സനം പറയുന്നു, ഞാനും എല്ലാവരോടും ചോദിക്കുന്നു എനിക്ക് ചായ വേണമെന്ന്, പക്ഷെ ആരും തരാറില്ല എന്ന് പറയും. അങ്ങനെ ഡയറിയും പറയും ജാനിനോട്, നിങ്ങൾക്ക് ലാക്ടോ ക്രീം മിൽക്കിലെ അമേരിക്കാനോ എക്സ്പ്രസ്സോ ഉണ്ടാക്കി തരാം, അത് ജെ നന്നായി ചെയ്യും. അപ്പോൾ ജാൻ പറയും, എനിക്കതൊന്നും അല്ല വേണ്ടത്, 2 ഗ്ലാസ് ചായ, ഒന്ന് എനിക്കും ഒന്ന് സനേമിനും. അപ്പോൾ ഗുലീസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകും. ചായ കിട്ടിയതിന് ശേഷം ജാൻ പറയും, ഇവിടെ ചാരപ്പണി എടുക്കുന്നവരൊന്നും വേണ്ട. ഹാർഡ് വർക്ക് ചെയ്ത് ഈ കമ്പനിക്ക് വേണ്ടി നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവർക്ക് എണീച്ച് പോകാമെന്ന് പറയും. ആ നേരം സന എഴുന്നേറ്റ് നിൽക്കും. സന എഴുന്നേറ്റ് നിൽക്കുന്നത് മീറ്റിംഗ് പിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എല്ലാവരും സനേമിനെ നോക്കി ഇരിക്കിയിരിക്കുമെന്ന് പറയും. അങ്ങനെ ജാൻ സനേമിനോട് ചോദിക്കും, നീ എന്നാ ജോയിൻ ചെയ്തത്? ഇന്നലെയാണെന്ന് പറയും. അങ്ങനെ മീറ്റിംഗ് തൽക്കാലം പിരിച്ചു വിടുകയാണ്. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ മുകളിലേക്ക് പോകുന്നു. എംറെ ഓപ്പറേറ്ററെ വിളിച്ച്, എന്താ എനിക്ക് സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്? ആരാ പാസ്വേഡ് മാറ്റി? ഒന്നും കണക്റ്റ് ആവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ജാൻ സാറാണ് മാറ്റിയത്, അദ്ദേഹം പറഞ്ഞിട്ടാണ് പാസ്വേഡ് മാറ്റിയതെന്ന് അയാൾ പറയും. അങ്ങനെ ജാനോട് എംറെ ചോദിക്കും, ചേട്ടന് എന്നെ പോലും വിശ്വാസമില്ലേ? ഞാനാണ് ആ സ്പൈ എന്ന് ചേട്ടൻ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ജാൻ പറയും, അങ്ങനെയല്ലേടാ, നമുക്ക് ആ സ്പൈ ആരാണെന്ന് ഏറ്റവും പെട്ടെന്ന് അറിയണ്ടേ. എല്ലാവരുടെയും പാസ്വേഡ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ജാൻ എല്ലാവരോടും പാസ്വേഡ് മാറ്റിയ കാര്യം പറയും. എന്നിട്ട് ആരെങ്കിലും പേഴ്സണലായിട്ട് ലാപ്പോ മറ്റു വല്ല സിസ്റ്റോ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലൈല പറയും, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാനതിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ജാൻ അതിങ്ങ് തന്നേക്ക്, എനിക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ലൈല പറയും, നിങ്ങൾ എന്നെ സംശയിക്കണോ ജാൻ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കങ്ങനെയൊന്നും കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ജാൻ പറയും, അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്, എല്ലാവരുടേത് എന്തായാലും ഞാൻ ചെക്ക് ചെയ്യും, അപ്പോൾ നീ അത് തന്നേക്ക്. അപ്പോൾ ഇത് തന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് ലൈല പറയുമ്പോൾ, എന്നാൽ നീ 2 ദിവസം ലീവ് എടുത്തേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നീ ലീവ് എടുത്ത് നിൽക്കുക, എല്ലാം റെഡിയായിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ട് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അങ്ങനെ ഐറിൻ എംറെ വിളിച്ചൊരു ഫയൽ അയച്ചു തരാൻ പറയുമ്പോൾ എംറെ പറയും, ചേട്ടൻ ഇവിടുത്തെ പാസ്വേഡൊക്കെ മാറ്റിയിരിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഐറിൻ പറയും, നീ അവിടെ തന്നെയുള്ള ആരെങ്കിലോട് ഒന്ന് ഒരു ഫയലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറ, അല്ലാന്നുണ്ടെങ്കിൽ നീ തന്നെ എന്തെങ്കിലും ചെയ്യുന്നു പറയുമ്പോൾ പുറത്തിരുന്ന് സനയും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടാവും, എനിക്ക് ജോലി പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എംറെ ഫോൺ കട്ട് ചെയ്ത് സനത്തിൻ്റെ അടുത്ത് പോയി, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, നിനക്കിത് ചെയ്യാൻ കഴിയുള്ളൂ, ചേട്ടൻ എൻ്റെ ഭാഗത്തുള്ളവരൊക്കെ മാറ്റിയിരിക്കുകയാണ്, നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ സനയും ഓക്കെ പറയുന്നു. പക്ഷേ സന പറയും, എനിക്ക് ഈ ജോലിയിൽ നിന്ന് പോകാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, എന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്, ചേച്ചിയെ പിരിച്ചുവിട്ട പോലെ ഇനി എന്നെ പിരിച്ചുവിടാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ, എന്ത്, ലൈലയെ പിരിച്ചുവിട്ടാന്നോ? ആരെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് ലൈലയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ലൈല അവിടെ എല്ലാവരോടും ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ലൈലയോട് മാത്രമായിട്ട് എംറെ സംസാരിക്കും. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ലൈല പറയും, എന്നെ ജോലിയിൽ നിന്ന് മിസ്റ്റർ ജാൻ പിരിച്ചുവിട്ട്, കാരണം ഞാനാണ് ഇവിടെ സ്പൈ എന്ന് വിചാരിച്ച് നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ എംറെ പറയും, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, നീ തൽക്കാലം വീട്ടിലേക്ക് ചെല്ല്, നിൻ്റെ അനിയത്തിയെ പിരിച്ചു വിട്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാനെല്ലാം നോക്കിക്കോളാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ലൈലയെ ആശ്വസിപ്പിക്കും. അങ്ങനെ ലൈല വീട്ടിലേക്ക് പോകും. എംറെ സനത്തെ ക്യാബിനിലോട്ട് വിളിച്ചിട്ട് പറയും, നിനക്ക് കുറേ കടങ്ങളൊക്കെ ഉള്ളതല്ലേ, നീ ഇതായി 4 ലക്ഷത്തിൻ്റെ ചെക്ക് പിടിക്കും, നിൻ്റെ കടങ്ങളൊക്കെ വീട്ടും, എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി, സത്യസന്ധമായിരുന്നാൽ മതി, അത്രയും മതി എനിക്കെന്ന് പറയുമ്പോൾ സനം പറയും, ചെക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ചെക്ക് തന്നിട്ട് ഞാൻ എത്ര കാലം ജോലി ചെയ്യണം, അതൊന്നും കുഴപ്പമില്ല, നീ പതുക്കെ ജോലി ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് എംറെ ആ ചെക്ക് കൊടുക്കും. മുസാഫിർ നല്ലൊരു കുട്ടപ്പൻ ലുക്കിൽ വന്ന് ബൊക്കയൊക്കെ ആയിട്ട് അവൻ്റെ അമ്മയുടെ കൂടെ സനത്തെ പെണ്ണ് കാണാൻ വരികയാണ്. അവൻ്റെ അമ്മ പറയും, ആ പെണ്ണിനെ എനിക്കിഷ്ടമാണ്, പക്ഷേ അവളുടെ അമ്മ ഒന്നിനും പറ്റൂല, ഒരു വൃത്തിയുമില്ല, അവർ ഞാൻ ഏത് നേരവും പോരാണെന്നൊക്കെ പറയുമ്പോൾ മുസാഫിർ പറയും, അമ്മേ എൻ്റെ ജീവിത പ്രശ്നമാണ്, അപ്പോൾ ഒന്നും ഇടങ്കോലിടാൻ നിൽക്കരുത്, നല്ല കുട്ടിയായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ സനത്തിൻ്റെ വീട്ടിലോട്ട് പോകും.
സനയും പലിശക്കാരനെ കണ്ട് അയാളുടെ പണം കൊടുക്കും. അത് ചെക്കായിരിക്കും. അപ്പോൾ അയാളൊന്ന് നോക്കി നിൽക്കും. അങ്ങനെ സനയും പറയും, നിങ്ങളിനി അച്ഛനെ ശല്യം ചെയ്യാൻ വരരുത്. പിന്നെ ഇത് നമ്മൾ തമ്മിലുള്ള ഡീലാണ്. അച്ഛനോ മറ്റുള്ളവരോ ഞാൻ ഈ പണം തന്നത് അറിയരുതെന്ന് പറഞ്ഞ് സനയും അവിടെ നിന്ന് പോകുന്നു. അവളുടെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അവൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു എന്ന് പറഞ്ഞ് നല്ല വാതിൽ തുറക്കുകയാണ്. ഇനി മുസാഫിറിനെ ആരെയും ഇവിടെ കാണരുതെന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ ഉള്ളിലേക്ക് പോയി അവളാകെ ഷോക്കായി നിൽക്കും. കാരണം മുസാഫിറും അവളുടെ അമ്മയും ബൊക്കയും ഒക്കെ കൊണ്ടുവരുന്നിട്ടുണ്ടാവും. അങ്ങനെ മുസാഫിർ സനത്തെ കാണുമ്പോൾ തന്നെ ബൊക്കെ കൊടുക്കും. സനത്തിൻ്റെ അമ്മ പറയും, നീ പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചായ എടുത്തു വാ എന്ന് പറയും. സനയും അയഹാനും കൂടെ ചേർന്ന് ചായ ഉണ്ടാക്കി കൊണ്ടുവരും. ആ ചായയിൽ കുറച്ച് സൂത്രപ്പണികളൊക്കെ സനയും ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, വേറെ എന്തൊക്കെയോ പൊടികളൊക്കെ ചേർത്ത്. അങ്ങനെ മുസാഫിർ മാത്രമേ ആ ചായ കുടിക്കുന്നുള്ളൂ. അപ്പോൾ സനയും പറയും, ചേച്ചിയുടെ പണിയല്ലേ പോയത്, എനിക്കിപ്പോൾ ജോലിയൊക്കെ ഉണ്ടല്ലോ, ഇനി ചേച്ചിയെ ആദ്യം കെട്ടിച്ച് വിട്ടാൽ മതി. അങ്ങനെ എല്ലാവരും ഷോക്കാവും. എന്ത്, ലൈലയുടെ ജോലി പോയെന്നോ? അവൾ ഇത്ര നേരം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആ ചേച്ചിയുടെ ജോലി താൽക്കാലികമായിട്ട് പോയിട്ടുണ്ട്, ഇനി എൻ്റെ കല്യാണമൊന്നും ഇപ്പോൾ നോക്കണ്ട, ഞാൻ അതിനൊന്നും തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് സന അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് മുസാഫിർ ആ ചായ കുടിക്കുന്നത്. മുസാഫിർ ചായ കുടിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു എക്സ്പ്രഷൻ വരും. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കും. എന്താ മോനെ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ വിൽക്കുന്നു. ഞാൻ ജോഗിങ്ങിന് പോകുന്ന നേരത്ത് അവിടെ ഇരിക്കും. എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡൻ്റ് ആലോചിക്കും. അത് തന്നെയാണ് സനയും ആലോചിക്കുന്നത്. അവർ തമ്മിൽ കിസ് ചെയ്തിട്ട്. പിറ്റേ ദിവസം ജാൻ വരുന്നത് നോക്കി നിൽക്കുകയാണ് ഗുലീസും സനയും. സനയും ഗുലീസിനോട് പറയും, ജാൻ എന്താ ഇത്ര സ്ലോ ആയി വരുന്നത്? അപ്പോൾ ഗുലീസ് പറയും, സ്ലോയിലൊന്നുമല്ലല്ലോ, നോർമലായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവളൊന്ന് കണ്ണൊന്ന് ചിമ്മും. ഓ, നോർമലായിട്ട് തന്നെ വരുന്നത്, എനിക്കെന്താണാവോ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് ആലോചിച്ച് നിൽക്കും. അങ്ങനെ ജാൻ നേരെ സനേമിൻ്റെ അടുത്തേക്ക് വരും. എനിക്ക് ചില ഫയലുകൾ ആവശ്യമുണ്ട്, നീ ആ ഫയലൊക്കെ എടുത്ത് എൻ്റെ ക്യാബിനിലോട്ട് വന്ന് സനേമിനോട് പറയുമ്പോൾ സനേം പറയും, ഓ, നിങ്ങളുടെ ക്യാബിൻ ഏതാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്നേക്കാം. അപ്പോൾ ഗുലീസിനറിയാം, ഗുലീസിനോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ജാൻ പോകും. അങ്ങനെ സനേം ഫയലൊക്കെ എടുത്ത് ജാൻ്റെ ക്യാബിനിലോട്ട് പോകുമ്പോൾ ജാൻ പുറകിലൂടെ വരുന്നത് കണ്ട് അവൾ പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള ഫയലുകളൊക്കെ നിലത്തിടും. അത് കണ്ട്, ഓ, നീ എന്തിനാ ഇത്ര പേടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ജാൻ അവളെ നോക്കും. അപ്പോൾ അവളുടെ കയ്യിൽ എന്തോ എഴുതിയിരിക്കുന്നത് കാണും. അവൻ അത് മെല്ലെ തൊട്ടിട്ട്, ഓ, നീ ഇതെന്താ എഴുതിയിരിക്കുന്നത്? അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കൈയെടുക്കും. അങ്ങനെ എടുത്ത ഫയൽ വീണ്ടും വീഴും. സോറി, ഞാനെടുത്ത് തരാം, നിങ്ങൾ എന്നെ പേടിപ്പിച്ചിട്ടല്ലേ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വീണതെന്ന് പറഞ്ഞിട്ട് സനയം ജാനിനോട് ചെറുങ്ങനെ ചൂടാകുന്നു. ഈ സമയത്താണ് ഐറിൻ വീണ്ടും എംറയെ വിളിക്കുന്നത്. ആ ഫയൽ എങ്ങനെയെങ്കിലും കിട്ടിയിരിക്കണം, നീ അതിനാരെങ്കിലും ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് എംറയോട് പറയുന്നു. ഇതേ സമയം സനയും ചായ എടുത്ത് എംറയുടെ റൂമിലേക്ക് പോവുകയായിരിക്കും. അപ്പോൾ ആ ചായ അവൻ്റെ കോട്ടിലേക്ക് വീഴും. ഓ, സോറി, ഞാൻ കണ്ടില്ല, അറിയാതെ പറ്റിയതാണെന്ന് പറയുമ്പോൾ എംറ, അതൊന്നും കുഴപ്പമില്ല, നീ ഞാൻ പറഞ്ഞ ജോലി ചെയ്തു തന്നാൽ മതി. നീ ചേട്ടൻ്റെ റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഫയലൊന്ന് എടുക്കണം, ഞാൻ അവിടെ ചെന്നാൽ ചേട്ടൻ എന്തെങ്കിലും ഡൗട്ട് അടിക്കുമെന്ന് പറയും. ഓ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തന്നോളാം. അങ്ങനെ സനയും ഒരു അടുവായിട്ട് ജാനിൻ്റെ ക്യാബിനിലോട്ട് ചെല്ലുകയാണ്. ജാൻ ചോദിക്കും, നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് വന്നത്? അപ്പോൾ സന പറയും, ഞാനിവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി വന്നതാണ്, ആദ്യം ഈ ഫയലൊക്കെ ക്ലീൻ ചെയ്തോളാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു കുഴപ്പമില്ല, നീ മെല്ലെ സാവധാനത്തിൽ എല്ലാം ക്ലീൻ ആക്കിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ജാൻ പറയാം, എനിക്ക് കുറച്ച് പ്രിൻറ്റിൻ്റെ ആവശ്യമുണ്ട്, നീ അതൊന്ന് പോയി എടുത്തു പോകാം. അപ്പോൾ സന പറയും, എനിക്കതൊന്നും അറിയില്ല, നിങ്ങളൊന്ന് പഠിപ്പിച്ചു തന്നാൽ പിന്നെ ഞാൻ മറക്കില്ല. അപ്പോൾ ഗുലീസിനോട് പോയി പറ, അവളത് പഠിപ്പിച്ച് തരുമെന്ന് പറയുമ്പോൾ, അതൊന്നും ശരിയായില്ല, നിങ്ങൾ തന്നെ പഠിപ്പിച്ച് തന്നാൽ മതി, എന്നാലേ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ജാൻ തന്നെ സനവിൻ്റെ കൂടെ പോയി പ്രിൻ്റ് എടുക്കാൻ നോക്കും. അങ്ങനെ സനയും ഓരോ തവണയും വന്ന് നോക്കും ജാൻ റൂമിലുണ്ടോ, അവിടെ നിന്ന് പോയിട്ടുണ്ടോ, ക്യാബിനിലേക്ക് എപ്പോഴാണ് ഒന്ന് കയറാൻ പറ്റുമെന്ന് നോക്കി ഓരോരോ ചായ എടുത്ത് അതിലൂടെ ഇതിലൂടെ ഓടി നടക്കും. പക്ഷേ ജാൻ ക്യാബിനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല. അങ്ങനെ ഒരു തവണ അവൾ ക്യാബിനിലോട്ട് കയറും. പക്ഷേ അപ്പോഴേക്കും ജാൻ വരുമ്പോൾ അവൾക്ക് ഒരു ഫയലും എടുക്കാൻ കഴിയില്ല. എംറെ വിളിച്ച്, നീ ആ ഫയൽ എടുത്തോ, എപ്പോഴാണ് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഓ, നിങ്ങൾ എന്നെ ടെൻഷൻ അടുപ്പിക്കാണ്ട് നിൽക്കും, ഞാനതെങ്ങനെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ഈവനിങ് പോയി ആ ഫയൽ എടുക്കും. പക്ഷേ അത് തുറന്ന് നോക്കുമ്പോൾ അല്ല അവൾക്ക് ആ വിഡിത്തം മനസ്സിലാകുന്നത്, എടുത്തുപോയ ഫയൽ മാറിയിട്ടുണ്ടെന്ന്. അങ്ങനെ ജാൻ വന്ന് സനത്തോട് വീട്ടിൽ പൊക്കോ എന്ന് പറയുമ്പോൾ, ആ, ഞാൻ പോകാൻ ഇറങ്ങുകയാണെന്ന് പറയും. അങ്ങനെ വീണ്ടും എംറെ വിളിക്കും. എംറെ വിളിക്കുമ്പോൾ സനയും പറയും, ഓ, ഫയൽ മാറിപ്പോയി, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ജാൻ ആ ഫയൽ വീട്ടിലോട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എംറെ പറയും, അതൊന്നും എനിക്കറിയണ്ട, നിനക്ക് ഞാൻ വീടിൻ്റെ അഡ്രസ്സ് അയച്ചു തരാം, ചേട്ടൻ അറിയാണ്ട് നീ പോയി അതങ്ങ് എടുത്ത് കൊണ്ടുവന്നാൽ മതി. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നത് വരേക്കും ബൈ.